SM ടൈലറിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫുൾ ഫ്രോക്ക് എങ്ങനെ അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ആദ്യം ബോഡിയുടെ ഹാഫായിട്ടുള്ള ബോഡിയുടെ ഇറക്കം, ഫുള്ളല്ല, ഇതുവരെയുള്ള ബോഡിയുടെ ഇറക്കം അത് 16 ഇഞ്ചാണ്. 16 ഇഞ്ചിൽ നമ്മൾ അളവെടുത്തിട്ട് നാലാക്കി മടക്കിയ ഒരു പീസിനാണ് 16 ഇഞ്ച് ഇറക്കം. ജസ്റ്റ് നമുക്ക് 20 വരുന്നത്, 20 + 1. അപ്പോൾ നാലാക്കി മടക്കുമ്പോൾ 10 ഇഞ്ച്. ആദ്യം നമുക്ക് നെക്കിൻ്റെ ഡിഫറൻസ് നോക്കാം. കഴുത്തകലം 3 ഇഞ്ചാണ് എടുക്കുന്നത്. 3 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ നമുക്ക് ഷോൾഡർ നമുക്ക് 4 ഇഞ്ച്, 4 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഇനി കൈക്കുഴിയാണ്. ആം ഹോള് 6.5 അടയാളപ്പെടുത്താം. ഇവിടെ അടയാളപ്പെടുത്തി, ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹാഫ് വെച്ചിട്ട് ഷേപ്പ് ചെയ്യാം. പിന്നെ ബോഡി വണ്ണം 20 ആകുമ്പോൾ നമുക്ക് 4/1 ഭാഗം എടുത്താൽ 10 ഇഞ്ച്, ബാക്കി പ്ലസ് ചെയ്യാം. ഇതിവിടെ സ്റ്റിച്ച് ചെയ്ത് പോകാനുള്ള തുണിയാണ്. പിന്നെ നമുക്ക് വേസ്റ്റ് ഭാഗം 9 ഇഞ്ചാണ് വരുന്നത്, പ്ലസ് 1.5 ഇഞ്ച്. പിന്നെ താഴോട്ട് 8.5 ഇഞ്ച് മതി, അതിന് 1.5 ഇഞ്ച് പ്ലസ് ചെയ്ത്. എന്നിട്ട് നമുക്കങ്ങനെ ഷേപ്പ് വരക്കാം. ഇവിടെ ആം ഹോളുടെ അവിടെയും വരച്ചു. ഇവിടെ നെക്കിൻ്റെ ഡിസ്റ്റൻസ്. ഇനി കട്ട് ചെയ്യാം. ഇത് നമ്മൾ ഷോൾഡർ ചെരിച്ചിട്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഈ നെക്കിൻ്റെ ഇവിടുന്ന് ആം ഹോളുണ്ട് അങ്ങോട്ട് ഒരു 3/4 ഇഞ്ച് നമുക്ക് ചെരിച്ചിട്ട് കട്ട് ചെയ്യണം. എന്നിട്ടാണ് ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ ബാക്കും ഇവിടെ 16 ഇഞ്ച് ഇതിൽ ഇത് ബാക്കിൽ പീസ് മാത്രമാണ്. ഫ്രണ്ടിലേക്ക് നമുക്ക് ഫ്രില്ലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ലൈനിങ് ആണ്. ഇനി നല്ല തുണിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ 4 ആക്കി മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഈ ലൈനിങ് മുകളിൽ വെച്ചിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ 16 ഇഞ്ച് ഇതിൽ ഇത് ബാക്കിൽ പീസ് മാത്രമാണ്. ഫ്രണ്ടിലേക്ക് നമുക്ക് ഫ്രില്ലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് ലൈനിങ് ആണ്. ഇനി നല്ല തുണിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിങ്ങിൻ്റെ അളവിൽ നമ്മൾ നല്ല തുണി സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗമാണ് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ബാക്കി ഭാഗം ഫ്രില്ലിടുകയാണ്. ഈ പീസ് വെച്ചിട്ട് നമുക്ക് ഫ്രില്ലിടുക വേണ്ടത്. ഇതാണ് ഫ്രണ്ട് ഭാഗം. 25 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. 24 നമുക്ക് ആവശ്യം. ഇനി കട്ട് ചെയ്തെടുക്കുക. കൈ വണ്ണത്തിൻ്റെ 4 ആക്കി മടക്കിയിട്ട് 1 ഇഞ്ച് പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ കൈ വെട്ടുന്നത്. ഇങ്ങനെ 4 ആക്കി മടക്കിയിട്ട് ഇറക്കം 20 ഇഞ്ചാണ്. ഫുൾ ഇറക്കം 20 ഇഞ്ച്. പിന്നെ വണ്ണം എടുത്തു. ഇനി നമുക്കിവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു 3.5 ഇഞ്ച് ഡിസ്റ്റൻസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് താഴെ ഫ്രില്ലിട്ട് എന്താ മോഡൽ വെക്കണമെങ്കിൽ അതുപോലെ ചെയ്യാം. ഇപ്പോൾ കട്ടിങ്ങിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിങ്ങിന് വേറെ വീഡിയോ ഇടാം. കുറച്ച് ലോങ്ങായി പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.